കൂവക്കൃഷിയാണ് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നമാണ് കൂവക്കിഴങ്ങ്. പുതുമഴക്കാലാരംഭമായ ഏപ്രിൽ മെയ് മാസങ്ങളാണ് കൂവക്കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മാസം. കേരളത്തിലെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയും കൂവക്കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ്. തെങ്ങിൻ തോപ്പുകളിലും കവുങ്ങും തോപ്പുകളിലും തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിലും ഇടവേളയായി കൃഷി ചെയ്യാം. തണലിലും കൂവ കൃഷി ചെയ്യാവുന്നതാണ്. വിത്തില്ലാത്തതിനാൽ കിഴങ്ങുകളിൽ നിന്ന് 4 മുതൽ 7 സെന്റിമീറ്റർ വലിപ്പമുള്ള കഷ്ണങ്ങൾ എടുക്കുക. 2 മുതൽ 4 മുകുളങ്ങൾ വരെ കാണും. 15 ഗ്രാം നീർവാർച്ചയുള്ള സ്ഥലമാണ് കൃഷിക്ക് അനുയോജ്യം. ആഴത്തിൽ കിളച്ച് ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും ആട്ടിൻകാഷ്ടവും ജൈവവളങ്ങളും ചേർത്തിളക്കുക. ഒരടിയെങ്കിലും അകലത്തിൽ നടുക. വിത്ത് നട്ട് 1 മാസം കഴിയുമ്പോഴേക്കും കിളിർത്ത് ഇലകൾ വരാൻ തുടങ്ങും. 2 പ്രാവശ്യം വളം നൽകി മണ്ണ് വെട്ടിക്കൂട്ടേണ്ടതാണ്. രാസവളത്തിന്റെ ആവശ്യമില്ല. ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വളങ്ങൾ നൽകുക. കൃഷി തുടങ്ങി 6-7 മാസം കഴിയുമ്പോൾ കൂവയുടെ ഇല കരിഞ്ഞ് മഞ്ഞ നിറമാവുവാൻ തുടങ്ങുന്നതാണ്. കൂവ വിളവെടുപ്പിന് ആകുമ്പോഴാണ് കരിഞ്ഞുണങ്ങുന്നത്. സംസ്കരണ രീതി: കൂവ കഴുകി ഉരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി തെളിനീര് കളഞ്ഞ് അടിയിൽ അടിഞ്ഞിരിക്കുന്ന വേസ്റ്റ് മാറ്റി എടുക്കുകയാണ് സംസ്കരണ രീതി. കൂവ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ രീതി സാധ്യമല്ല. യന്ത്ര സഹായത്തോടെ കൂവ സംസ്കരിച്ചെടുക്കുക. കൂവപ്പൊടി ഉണങ്ങിയത് 1 kg 600-700 രൂപ വിലയുണ്ട്. വിളവെടുത്ത കൂവയുടെ ഇലകളും തണ്ടുകളും കാലിത്തീറ്റയായി ഉപയോഗിക്കാവുന്നതാണ്. കൂവക്കൃഷിക്ക് കീടനാശിനി പ്രയോഗത്തിന്റെ ആവശ്യമില്ല. 1 ഏക്കറിൽ നിന്ന് 10 ടണ്ണ് വിളവ് ലഭിക്കുന്നതാണ്. 10 ടൺ സംസ്കരിച്ചാൽ 600 കിലോഗ്രാം ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി.